ഹലോ മക്കളെ, വെൽക്കം ടു വിങ്സ് അക്കാഡമീസ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നോക്കിയേ, നമ്മൾ 9ാം ക്ലാസ് ബയോളജിയിലെ 2ാമത്തെ ചാപ്റ്ററിലെ 3ാമത്തെ പാർട്ടുമായിട്ടാണ് വന്നേക്കുന്നത്. ഇത് ടീച്ചർ 3 പാർട്ടാക്കിയിടാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ചാപ്റ്റർ കുറച്ച് വലുതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഒറ്റയടിക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനും തോന്നൂല, പഠിക്കാനും തോന്നൂല. ഓക്കെ, അതുകൊണ്ടാണ് ടീച്ചർ ഇത് 3 പാർട്ടായിട്ടുള്ളത്. ഈ പാർട്ട് ഭയങ്കര ചെറുതാണ് കേട്ടോ. ഓക്കെ, ഓൺലി ട്രാൻസ്പോർട്ടേഷൻ ഇൻ പ്ലാന്റ്സ്, ചെടികളിൽ എങ്ങനെയാണ് മെറ്റീരിയൽസിനെ കണ്ടക്ട് ചെയ്യുന്ന ഒരു ചെറിയ ഭാഗം മാത്രമാണ് ടീച്ചർ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് മുൻപത്തെ 2 വീഡിയോ എൻ്റെ മക്കൾ കാണണം, നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ഇത് ചെറിയ വീഡിയോ ആണ്, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാൻ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിയാൽ മക്കളെ, ട്രാൻസ്പോർട്ടേഷൻ ഇൻ പ്ലാന്റ്സ്. നമുക്കറിയാം നമ്മുടെ ചെടികളിൽ എന്താണ് 2 സാധനങ്ങളാണ് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ളത് അല്ലേ? ഒന്ന് വാട്ടറും ഒന്ന് ഫുഡും. ഏതൊക്കെയാണ് മക്കളെ? വാട്ടറും ഫുഡും. ഈ 2 സാധനങ്ങളെയും ട്രാൻസ്പോർട്ട് ചെയ്യിക്കാനായിട്ട് നമ്മുടെ ചെടികളിൽ ഒരു പ്രത്യേക തരം ടിഷ്യൂസ് ഉണ്ട്. ആ ടിഷ്യൂസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? വാസ്കുലാർ ടിഷ്യൂസ് എന്ന് പറയും. എന്താ പറയുന്നത് മക്കളെ? വാസ്കുലാർ ടിഷ്യൂസ്. നമ്മുടെ ചെടികളിൽ എന്താണ് മെറ്റീരിയൽസിനെ കണ്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 2 ടൈപ്പ് ടിഷ്യൂസ് അല്ല സെല്ലുകളുണ്ട്. ആ സെല്ലുകളെ കൂടി കൂട്ടി പറയുന്ന ആ പേരാണ് മക്കളെ എന്ത്? വാസ്കുലാർ ടിഷ്യൂസ്. ഇതിനകത്ത് വരുന്ന 2 സെല്ലുകളാണ് ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് മക്കളെ 2 സെല്ലുകൾ? ഒന്നാണ് എന്ത്? സൈലം. രണ്ടാമത്താണ് എന്ത്? ഫ്ലോയം. സൈലോ ഫ്ലോയം. ഇതിനകത്ത് സൈലം എന്താ ചെയ്യുന്നത് നോക്കിയേ, ഇത് ട്രാൻസ്പോർട്ട് ദ വാട്ടർ ആൻഡ് സോൾട്ട്, അതായത് വെള്ളത്തിനെയും അതോടൊപ്പം വരുന്ന മിനറൽസിനെയും ചെടികളുടെ എല്ലാ ഭാഗത്തോട്ടും കൊണ്ടുപോകാനാണ് ആര് സഹായിക്കുന്നത്? സൈലം സഹായിക്കുന്നത്. എങ്കിൽ ഫ്ലോയോ എന്തിനാ സഹായിക്കുന്നത്? ഇത് ട്രാൻസ്പോർട്ട് ദ ഫുഡ്, അതായത് ചെടികളുടെ ലീഫിൽ ഉണ്ടാകുന്ന ഫുഡിനെ ചെടികളുടെ പല ഭാഗത്തോട്ട് എത്തിക്കാനായിട്ട് സഹായിക്കുന്ന ആ വാസ്കുലാർ ടിഷ്യൂ ആണ് ഇതെന്ന് പറയുന്നത് ഫ്ലോയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ 8ാം ക്ലാസ്സിലെ പഠിച്ചിട്ടുള്ള സാധനമാണ് അല്ലേ? ഇനി ഇവരെങ്ങനെയാണ് മക്കളെ ഈ വാട്ടറിനെയും ഫുഡിനെയും പല ഭാഗത്തോട്ട് എത്തിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്? അതാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകേണ്ടത്. ഇനി നോക്കിയ മക്കളെ, നമുക്ക് സൈലത്തിന്റെ ഫ്ലോയത്തിന്റെ കുറച്ച് ക്യാരക്ടേഴ്സ് പഠിക്കാം. ഓക്കെ, ആ ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കിയേ, ഇതാണ് സൈലം വെസല്, ഇതാണ് മക്കളെ എന്ത്? ഫ്ലോയം വെസല്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും മക്കളെ ആ 2 സ്ട്രക്ചറിനെ കളർ നോക്കി പഠിക്കരുത്. ഒരിക്കലും കളർ നോക്കി പഠിക്കരുത്, കാരണം നിങ്ങൾക്ക് എക്സാമിന് മാറിപ്പോവും അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഓക്കെ, നമ്മൾ സൈലോ ഫ്ലോയോ പഠിക്കുമ്പോൾ അവരുടെ ഷേപ്പ് നോക്കി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പഠിക്കാനായിട്ട് കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാ, തെറ്റിപ്പോകും അല്ലെങ്കിൽ മാറിപ്പോകും. പറഞ്ഞ മനസ്സിലായില്ലേ? ശ്രദ്ധിച്ചു കേട്ടോ മക്കളെ. സൈലം എന്ന് പറയുമ്പോൾ ടീച്ചർ ഇവിടെ വരച്ച് കാണിച്ചില്ല കേട്ടോ. സൈലം എന്ന് പറയുമ്പോൾ അതിന് ഫസ്റ്റ് ഒരു നീണ്ട കുഴൽ പോലത്തെ ഒരു സ്ട്രക്ചർ കാണും. ഈ നീണ്ട കുഴലിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? വെസൽ എന്ന് പറയും. എന്താ പറയേണ്ടത് മക്കളെ? വെസൽ. ഓക്കെ, നീണ്ട കുഴലിന് നമ്മൾ പറഞ്ഞ പേര് മക്കളെ എന്ത്? വെസൽ. ഈ വെസലിന് ചുറ്റും നോക്കിക്കഴിഞ്ഞാല് സ്പിൻഡിൽ ഷേപ്പുള്ള കുറച്ച് സെല്ലുകൾ കാണാനായിട്ട് പറ്റും. ഓക്കെ, സ്പിൻഡിൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള കുറച്ച് സെല്ലുകൾ കാണാനായിട്ട് പറ്റും. ഈ സ്പിൻഡിൽ ഷേപ്പ്ഡ് സെല്ലുകളെ നമ്മൾ പറഞ്ഞ പേരാണ് മക്കളെ എന്ത്? ട്രക്കീഡ്സ് എന്ന് പറയും. എന്താ പറയുന്നത്? ട്രക്കീഡ്സ്. ഓക്കെ, ട്രക്കീഡ്സ്. 2 സ്ട്രക്ചറാണ് വരുന്നത് സൈലത്തിന്, ഒന്ന് വെസലും 2 ട്രക്കീഡ്സും. അതായത് നീണ്ട കുഴല് പോലെ കാണുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയാ? വെസൽ എന്ന് പറയാ. ആ സ്പിൻഡിൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള ഈ സ്ട്രക്ചർ കണ്ടോ മക്കളെ? ഈ സ്പിൻഡിൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള ഈ സ്ട്രക്ചറിനെ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ട്രക്കീഡ്സ് എന്ന് പറയും. കിട്ടിയോ? കിട്ടിയില്ലേ? ഇനി അവരുടെ ക്യാരക്ടേഴ്സും അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, സൈലത്തിൽ വരുന്ന 2 ആൾക്കാരാണ് ആര്? ട്രക്കീഡ്സും വെസൽസും. അതിനകത്ത് നോക്കിയ മക്കളെ, ട്രക്കീഡ്സിന്റെ പോയിന്റ് ആണ് തന്നിരിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കി, എന്താണ് ട്രക്കീഡ്സിന്റെ പോയിന്റ് ആയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്? ഒന്ന്, ദേ ആർ ഡെഡ് സെൽസ്. ഡെഡ് സെൽ എന്ന് വെച്ചാൽ എന്താ? ഈ സെല്ലുകൾക്ക്, ട്രക്കീഡ്സിന്റെ ഈ സെല്ലുകൾ, ഈ പച്ച കളറിൽ കാണുന്ന സെല്ലുകൾക്ക് എന്തില്ലടാ? ജീവനില്ല. ഡെഡ് ആയിട്ടുള്ള സെൽസ് ആണ്. അതുകൊണ്ടാണ് ട്രക്കീഡ്സിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത് എന്താ പറഞ്ഞേക്കുന്നേ? വെയിൻസ് ഓഫ് ലീഫ്. എവിടെയാണ് മക്കളെ ഇവരെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്? ഇത് നോക്കിയേ, ഇതൊരു ഇലയാണെന്ന് വിചാരിക്കാം. ഈ ഇലകളുടെ വെയിൻ എന്ന് പറഞ്ഞേ ഇങ്ങനെ വരയ്ക്കുന്ന ഒരു ഭാഗമില്ലേ, ഈ വെയിന്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? വെയിൻസ് എന്ന് പറയാം. ഈ വെയിൻസിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇതിനെ കാണുന്നത്? ട്രക്കീഡ്സിനെ കാണാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെന്താ പറഞ്ഞേക്കുന്നത്? ടീച്ചർ നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെ അല്ലേ? ഇവരുടെ ഷേപ്പ് എങ്ങനെയാണ് മക്കളെ? ലോങ് സ്ലെൻഡർ ഷേപ്പ്ഡ് ആണ്. ഇതൊക്കെ ഇങ്ങനെ സ്ലെൻഡർ ആയിട്ടുള്ള ഷേപ്പിലാണ് എന്ത് ചെയ്യുന്നത്? ഇവരെ കാണുന്നത് അല്ലേ? ഓക്കെ, ഇതേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണട്ടെ, സ്ലെൻഡർ ആയിട്ടുള്ള ഷേപ്പിലാണ്, ലോങ് ആയിട്ടുള്ള സ്ലെൻഡർ ഷേപ്പിലാണ് നമുക്ക് ആരെ കാണാനായിട്ട്? സ്ലെൻഡർ അല്ല, സ്പിൻഡിൽ ഷേപ്പ് രൂപത്തിലാണ് നമുക്ക് ആരെ കാണാനായിട്ട് പറ്റുന്നത്? സൈലത്തിലെ ട്രക്കീഡ്സിനെ കാണാനായിട്ട് പറ്റുന്നത്.
മനസ്സിലായില്ലേ? ഓക്കെ, ഇനി രണ്ടാമത് വരുന്ന ആളായിരുന്നു പറഞ്ഞത് വെസൽസ് എന്ന് പറഞ്ഞത് അല്ലേ. ഇത് നോക്കിയ മക്കളെ, ഈ നടുവിൽ കാണുന്ന ഈ നീല കളറുള്ള ആ ഒരു ട്യൂബിന് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? വെസൽസ് എന്ന് പറയും. ഓക്കെ, വെസൽസിന്റെ പോയിന്റ്സ് എന്താ പറഞ്ഞേക്കണേ? അവിടെയും എന്തിനാ മക്കളെ? ഡെഡ് സെൽസ് ആണ്. അതായത് അവിടുത്തെ സെല്ലുകൾക്കും എന്തില്ല? ജീവനില്ല. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? ക്രോസ് വാൾ ഹാസ് ബീൻ ഡിസിൻറ്റഗ്രേറ്റഡ് ലുക്ക് ലൈക്ക് എ ലോങ് പൈപ്പ്. അതായത് ഇത്രേ ഉള്ളൂടാ. ഇത് നോക്കിയേ, ഇതിനു മുൻപേ ഇതിന്റെ ചെറിയ രൂപത്തിൽ അല്ലെ ഇതിന്റെ ചെറിയ പ്രായത്തിൽ ഇതിനെന്തുണ്ടായിരുന്നു? ക്രോസ് വാളുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതിവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാല് ക്രോസ് വാളുകൾ കാണാനായിട്ട് പറ്റും. ഇതേപോലെ ക്രോസ് വാളുകൾ കാണാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷേ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ ഇതെല്ലാം എന്തായി പോയി? ഡിസിൻറ്റഗ്രേറ്റഡ് ആയിട്ട് പോയി, അതായത് ഇല്ലാണ്ടായി പോയി. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഈ സാധനം ഒരു വലിയ പൈപ്പ് പോലെ കാണാനായിട്ട് പറ്റും. ഓക്കെ, പറഞ്ഞ മനസ്സിലായില്ലേ? രണ്ടാമത്തെ ഭാഗമാണ് എന്ത് പറഞ്ഞത്? ഫ്ലോയം എന്ന് പറഞ്ഞത്. ഫ്ലോയം നോക്കിയേ, ഇതാണ് ഫ്ലോയം ആയിട്ട് വരുന്നത് കേട്ടാ. ഫ്ലോയം എങ്ങനെ മക്കളെ വരയ്ക്കുക? ഫ്ലോയം എന്ന് പറഞ്ഞാൽ വലിയ പൈപ്പ് പോലെ ഒന്നുമല്ല. അവർ ശരിക്കും ചെറിയ ചെറിയ കമ്പാർട്ട്മെന്റ് പോലെയാണ് കേട്ടോ. അതെ, ഇതേപോലെ കമ്പാർട്ട്മെന്റുകളായിട്ടാണ് ഫ്ലോയത്തിന്റെ സീവ് ട്യൂബ്. ആ ഭാഗത്തിന് പറഞ്ഞ പേര് മക്കളെ എന്ത്? സീവ് ട്യൂബ് എന്ന് പറയും. ഈ സീവ് ട്യൂബ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് കമ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? കെട്ടുകൾ, അതിലേക്ക് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് കേട്ടോ. ആ ചെറിയ ചെറിയ ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് എന്ത് കാണാൻ പറ്റും മക്കളെ? നോക്കിയേ, അവിടെ നോക്കിക്കഴിഞ്ഞാല് ചെറിയ ചെറിയ സുഷിരങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ പോഴ്സ് കാണാനായിട്ട് പറ്റും. പറഞ്ഞ മനസ്സിലായില്ലേ? ഇതിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പോഴ്സിൽ കൂടെയാണ് ഫുഡ് എന്ത് ചെയ്ത് പോകുന്നത് മക്കളെ? ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് പോകുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇനി ഈ സീവ് ട്യൂബിന്റെ അടുത്തായിട്ട് നോക്കിക്കഴിഞ്ഞാലേ വലിയ കുറച്ച് സെല്ലുകൾ കാണാനായിട്ട് പറ്റും. ഈ വലിയ സെല്ലുകളെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? കമ്പാനിയൻ സെൽ. എന്താ പറയണ്ട മക്കളെ? കമ്പാനിയൻ സെൽ. ആ പേരിൽ തന്നെ ഉണ്ട്. കമ്പാനിയൻ എന്ന് വെച്ചാൽ എന്താ? കൂട്ടുകാർ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് കമ്പാനിയൻ എന്ന് പറയാം. ഓക്കെ, ഈ ഫ്ലോയത്തിലെ സീവ് ട്യൂബിന്റെ ഒപ്പം കൂടെ നിന്ന് ഫുഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ആളായിരുന്നു പറഞ്ഞത് കമ്പാനിയൻ സെൽ എന്ന് പറഞ്ഞത്. ഓക്കെ, രണ്ടിന്റെ ക്യാരക്ടേഴ്സ് ടീച്ചറോട് കൊടുത്തിട്ടുണ്ട് മക്കളെ. 4 മാർക്കിന് ചോദിക്കാവുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഇതേപോലെ ബോക്സ് വരച്ച് തന്നെ പഠിക്കാം. ഓക്കെ, 4 മാർക്കിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്തൊക്കെയാണ് സീവ് ട്യൂബിൽ പറഞ്ഞേക്കുന്നത്? അറേഞ്ച്ഡ് എബോവ് വൺ അതർ. അതായത് ഓക്കെ, ഒന്നിന്റെ മുകളില് ഒന്നായിട്ട്, ഇത് പടിയിൽ ഒരെണ്ണല്ലേ, അതിന്റെ മുകളിൽ ഒരെണ്ണം, അതിന്റെ മുകളിൽ ഒരെണ്ണം, അതിന്റെ മുകളിൽ ഒരെണ്ണം, അങ്ങനെ ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, സൈറ്റോപ്ലാസം ഈസ് ഇന്റർ കണക്റ്റഡ് ത്രൂ പോഴ്സ് ഇൻ ദ ക്രോസ് വാൾ. അതായത് ഇതിന്റെ ക്രോസ് വാളിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ പോഴ്സ് എന്ന് ടീച്ചർ പറഞ്ഞില്ലേ? ഈ പോഴ്സ് ഉപയോഗിച്ചിട്ടാണ് അടുത്ത സൈറ്റോപ്ലാസത്തിനെ ഇവർ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. മനസ്സിലായില്ലേ? പിന്നെന്താ പറഞ്ഞേക്കുന്നത്? ഫുഡ് മൂവ് ത്രൂ ഇറ്റ്. ഈ പോഴ്സിലൂടെയാണ് മക്കൾ എന്ത് മൂവ് ചെയ്ത് പോകുന്നത്? ഫുഡ് മൂവ് ചെയ്ത് പോകുന്നത്. മനസ്സിലായില്ലേ? രണ്ടാമത്തെ ആൾ എന്തായിരുന്നു? കമ്പാനിയൻ സെൽസ്. കമ്പാനിയൻ സെൽ എന്ത് ചെയ്യുന്ന ടീച്ചർ പറഞ്ഞേക്കുന്നത്? എലോങ് സീവ് ട്യൂബ്. സീവ് ട്യൂബിന്റെ ഒപ്പം ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ്, അല്ലെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ടു ട്രാൻസ്പോർട്ട് ഫുഡ്. ഫുഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യിക്കാനായിട്ട് സഹായിക്കും. ആര്? കമ്പാനിയൻ സെൽ. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ സൈലത്തിലും ഫ്ലോയത്തിലും വരുന്നത്. ഓക്കെ, ടീച്ചർ ഒന്ന് വായിച്ചു തരാം, എന്നിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഇതാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. പേജ് ഒന്ന് മാറിപ്പോയല്ലേ? ഓക്കെ, ഇത് ഓക്കെ. ഇനി അടുത്തതിലോട്ട് പോയാലോ? അടുത്ത് നമ്മൾ എന്താ പഠിക്കാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് സൈലോം ഫ്ലോയോ ഈ സാധനങ്ങളെ ട്രാൻസ്പോർട്ട് ചെയ്യിക്കുക, അത് നമുക്ക് പഠിക്കണ്ടേ? അതാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകണം. ഓക്കെ, എങ്ങനെയാണ് സൈലം വെള്ളത്തിനെ മുകളിലോട്ട് എത്തിക്കാനായിട്ട് സഹായിക്കാം? വെള്ളം എവിടുന്നാ നമുക്ക് കിട്ടുക? എവിടുന്ന മക്കളെ കിട്ടുക? നമുക്കറിയാം, വെള്ളം കിട്ടുന്നത് നമുക്ക് ഏറ്റവും അടിഭാഗത്തു നിന്നാണ്. ഏറ്റവും അടിഭാഗത്ത് ആരാ ഉള്ളത്? റൂട്ടാണ് അല്ലേ? ഈ റൂട്ട് ഭാഗത്തു നിന്നാണ് നമുക്ക് എപ്പോഴും വെള്ളം കിട്ടുക. വെള്ളവും അതിനൊപ്പം മിനറൽസും കിട്ടുന്നത്. ഈ മിനറൽസിനെയും വാട്ടറിനെയും എങ്ങനെയാണ് സൈലം ഏറ്റവും മുകളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഈ 3 ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതും ഫ്ലോ ചാർട്ട് ആയിട്ട് ചോദിക്കും. ഓക്കെ, അല്ലെങ്കിൽ 1 വേർഡ് ആയിട്ട്. ഇവിടെ കുറച്ച് എന്താ പറയുക, ഫോഴ്സുകളുടെ പേരൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ആ ഫോഴ്സുകളുടെ പേരും എങ്ങനെയാണെന്നും നന്നായി പഠിച്ചു വെക്കാം. ഫോഴ്സുകളുടെ പേര് 1 വേർഡ് ആയിട്ട് ചോദിക്കാനുള്ള ചാൻസും ഉണ്ട്. അതേപോലെ തന്നെ ഫ്ലോ ചാർട്ട് ആയിട്ട് ചോദിക്കും. പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർ എന്ത് ചെയ്യാണ്? ഓക്കെ, ടീച്ചർ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്തു? കുറച്ച് വാട്ടർ ഒഴിച്ചു കൊടുത്തു, കുറച്ച് വെള്ളം ടീച്ചർ എന്ത് ചെയ്തു? ഒഴിച്ചു കൊടുത്തു. ഓക്കെ, വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? റൂട്ടിൻ്റെ ഉള്ളിൽ വെള്ളത്തിന്റെ അളവ് കുറവാണല്ലേ? മണ്ണിലാണെങ്കിലോ വെള്ളത്തിന്റെ അളവ് കൂടും. ഓക്കെ, റൂട്ടില് വെള്ളത്തിന്റെ അളവ് കുറവും
മണ്ണില് വാട്ടറിന്റെ അളവ് കൂടുതലായിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാ അവിടെ ഒരു പ്രോസസ്സ് നടക്കും. ആ പ്രോസസ്സിന്റെ പേരാണ് മക്കളെ എന്ത്? ഓസ്മോസിസ്. അവിടെ നടക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് മക്കളെ എന്ത്? ഓസ്മോസിസ്. കേട്ടോ, അവിടെ നടക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് മക്കളെ എന്ത്? ഓസ്മോസിസ്. അതായത് നോക്കിയേ, വാട്ടർ എൻറ്റർ ദ റൂട്ട് സെൽ ബൈ ഓസ്മോസിസ്. ഓസ്മോസിസ് വഴിയാണ് വെള്ളം റൂട്ടിന്റെ ഉള്ളിലോട്ട് കയറി പോവുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഫോഴ്സിനെ കുറിച്ച് പഠിച്ചില്ലേ? അവിടെ നടക്കുന്ന ഫസ്റ്റ് ഫോഴ്സിന്റെ പേരാണ് മക്കളെ എന്ത്? ഓസ്മോസിസ്. ഒരു മിനിറ്റ് ട്ടാ. ഓസ്മോസിസ് ഫസ്റ്റ് ഫോഴ്സ് കിട്ടി. ഓക്കെ, ഓസ്മോസിസ്. ഇനി എന്ത് ചെയ്തു? ഓസ്മോസിസ് വഴി മണ്ണിൽ നിന്നും വെള്ളത്തിനെ റൂട്ട് വലിച്ചെടുത്തു. ശ്രദ്ധിച്ചു കേട്ട് പഠിക്കണോട്ടെ, എന്നാലേ കിട്ടുള്ളൂ. മണ്ണിൽ നിന്നും വെള്ളത്തിനെ റൂട്ട് ഓസ്മോസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴി വലിച്ചെടുത്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഞാൻ പറയട്ടെ, എപ്പോഴും ഈ ഓസ്മോസിസ് നടക്കണമെന്നില്ല. മനസ്സിലായില്ലേ? ചില സമയത്ത് ഈ ഓസ്മോസിസ് ഒക്കെ നടക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം വലിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ ടെമ്പറേച്ചർ വേണം. ഓക്കെ, രാത്രിയിൽ ഈ ടെമ്പറേച്ചർ കിട്ടുവോടാ? ഇല്ല, രാത്രിയിൽ ടെമ്പറേച്ചറിന്റെ അളവ് കുറവായി. അങ്ങനെ ടെമ്പറേച്ചറിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓസ്മോസിസ് നടക്കും. അപ്പൊ അവിടെ എന്താ നടക്കാന്ന് അറിയോ മക്കളെ? അപ്പൊ അവിടെ നടക്കുന്ന സംഭവമാണ് എന്ത്? റൂട്ട് പ്രഷർ. എന്താ നടക്കേണ്ടത് മക്കളെ? റൂട്ട് പ്രഷർ ട്ടാ. റൂട്ട് പ്രഷർ എന്ന പ്രോസസ്സ് വഴി റൂട്ട് എന്ത് ചെയ്യോടാ? വെള്ളത്തിനെ വലിച്ചെടുക്കും. ചില അവസ്ഥകളിൽ മാത്രം, അതായത് ടെമ്പറേച്ചർ അതേപോലത്തെ സാധനങ്ങൾ, ആവശ്യമുള്ള സാധനങ്ങൾ ഇല്ലാണ്ടാവുമ്പോൾ ഇവരെന്ത് ചെയ്യും? ഉപയോഗിക്കുന്ന ഫോഴ്സിന്റെ പേരാണ് എന്ത്? റൂട്ട് പ്രഷർ. അല്ലാത്ത സമയത്ത് ഓസ്മോസിസ് വഴിയാണ് അവർ വെള്ളം വലിച്ചെടുത്തു. ഓക്കെ, പറഞ്ഞത് മനസ്സിലായില്ലേ? ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു? റൂട്ടി വെള്ളത്തിനെ വലിച്ചെടുത്തിട്ട് നേരെ ആർക്ക് കൊണ്ടുപോയി കൊടുത്തടാ? നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ സൈലത്തിലോട്ട് കൊടുത്തു. ആർക്കാ കൊടുത്തത്? സൈലം. ഇതാണ് നമ്മുടെ സൈലം ട്ടാ. ഈ കാണുന്നതാണ് നമ്മുടെ സൈലം. ഈ മഞ്ഞ ട്യൂബാണ് നമ്മുടെ ആരെന്ന് പറഞ്ഞത്? സൈലം എന്ന് പറഞ്ഞു. അങ്ങനെ സൈലത്തിലോട്ട് കൊടുത്തു. സൈലത്തിലൂടെ വാട്ടർ മോളിക്യൂൾസ്, ടീച്ചർ ഇപ്പൊ വാട്ടർ മോളിക്യൂൾസ് അത് ഇങ്ങനെയാണ്. വാട്ടർ മോളിക്യൂൾസിനെ ടീച്ചർ ഇങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് വിചാരിക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ വാട്ടർ മോളിക്യൂൾസ്. ഇവർ കൂടി ചെന്നാൽ നമുക്ക് വാട്ടർ കിട്ടാം. സൈലത്തിലൂടെ ഈ വാട്ടർ മോളിക്യൂൾസ് പോകുന്ന വഴി മുകളിലോട്ടല്ലേ പോകുന്നേ? പക്ഷെ നമുക്കറിയാം, നമ്മുടെ ഭൂമിയിൽ ഗ്രാവിറ്റി എന്ന് പറഞ്ഞ സാധനമില്ലേ, അടിയിലോട്ട് പിടിച്ച് വലിക്കുന്ന സാധനമില്ലേ, ആ ഫോഴ്സ് ഇല്ലേ, ഇതെന്ത് ചെയ്യും? ഇവർ താഴോട്ട് വലിക്കും. അപ്പൊ അങ്ങനെ വലിച്ചാൽ അടിയിലോട്ട് പോവാതിരിക്കാനായിട്ട് അവിടെ വേറെ രണ്ട് ഫോഴ്സ് നടക്കുന്നുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ ഫോഴ്സിനെ ടീച്ചർ പറയുന്ന പേരാണ്, ശ്രദ്ധിച്ച് കേട്ടോട്ടാ. ഒന്നാമത്തെ ഫോഴ്സിനെ ടീച്ചർ പറയുന്ന പേരാണ് എന്ത്? കൊഹിഷൻ. എന്താ പറയേണ്ടത് മക്കളെ? കൊഹിഷൻ. മൂന്നാമത്തെ ഫോഴ്സ്, ഇതോടൊപ്പം തന്നെ എന്താണ് വേറൊരു ഫോഴ്സും കൂടി ഉണ്ട്, ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫോഴ്സും കൂടി ഉണ്ട്. അതിന് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? അഡിഷൻ. എന്താ പറയേണ്ടത് മക്കളെ? അഡിഷൻ. കൊഹിഷനും അഡിഷൻ. എന്താണ് കൊഹിഷൻ, എന്താണ് അഡിഷൻ എന്നുള്ളത് ഇപ്പൊ പഠിച്ചത്. ഓക്കെ, കൊഹിഷൻ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല മക്കളെ, ഇത് രണ്ട് വാട്ടർ മോളിക്യൂൾസ്. ഓക്കെ, ഇത് രണ്ട് വാട്ടർ മോളിക്യൂൾസ് ആണ്. ഈ മോളിക്യൂൾസ് തമ്മിൽ എന്ത് ചെയ്യും? തമ്മിൽ അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്ത്? കൊഹിഷൻ ഫോഴ്സ്. വാട്ടർ മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സ് നമ്മൾ പറഞ്ഞ പേരാണ് മക്കളെ എന്ത്? കൊഹിഷൻ ഫോഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ എന്താ അഡിഷൻ ഫോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വാട്ടർ മോളിക്യൂൾസ് മാത്രം കെട്ടിപ്പിടിച്ചിരുന്നാൽ മതിയോ? ഇപ്പൊ ഞാൻ പറയാണ്, ധീര എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടാവല്ലോ, അതിനകത്ത് നമ്മുടെ നായകനും നായികയും മാത്രം കെട്ടിപ്പിടിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചിരുന്നാലും അവർ കൊക്കയുടെ ഉള്ളിലോട്ട് പോകും അല്ലേ? പക്ഷേ അവർ രണ്ടുപേരും പോവാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു മലമുകളിലോ അല്ലെങ്കിൽ കല്ലുമലോ പാറയുമലോ അവർ പിടിച്ചു നിൽക്കണ്ടേ? അതേപോലെ തന്നെ ഈ വാട്ടർ മോളിക്യൂൾസ് തമ്മിൽ പിടിച്ചു നിന്നിട്ട് മാത്രം കാര്യമില്ല. ഇവരെന്ത് ചെയ്യണം? നമ്മുടെ സൈലത്തിന്റെ വാളിലും കൂടി എന്ത് ചെയ്യണം മക്കളെ? പിടിച്ചു നിൽക്കണം. ഓക്കെ, ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇവരെന്ത് ചെയ്യണം? പിടിച്ചു നിൽക്കണം, അട്രാക്ട് ചെയ്ത് നിൽക്കണം. അങ്ങനെ അട്രാക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോഴ്സ് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? അഡിഷൻ ഫോഴ്സ് എന്ന് പറയും. എന്താ പറയേണ്ടത് മക്കളെ? അഡിഷൻ ഫോഴ്സ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ എന്താ കൊഹിഷൻ ഫോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സിനെ പറഞ്ഞ പേരാണ് എന്ത്? കൊഹിഷൻ ഫോഴ്സ് എന്നും, മോളിക്യൂൾസ് വാൾ ഓഫ് ദ കണ്ടെയ്നർ അല്ലെങ്കിൽ വാൾ ഓഫ് ദ സൈലം വെസൽ അവിടെ അട്രാക്ട് ചെയ്ത് നിൽക്കുന്ന ഫോഴ്സ് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? അഡിഷൻ ഫോഴ്സ് എന്നും പറയും. ഓക്കെ, ഈ രണ്ട് ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് മക്കളെ എന്ത്? ഈ സൈലത്തിൽ നിന്നും വാട്ടർ മോളിക്യൂൾസ് മുകളിലോട്ട് പോകുന്നത്. അതല്ലെങ്കിൽ ഇവർ നേരെ താഴോട്ട് വീഴും. മനസ്സിലായോ പറഞ്ഞത്? ഈ രണ്ട് ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ സൈലത്തിലോട്ട് എന്ത് ചെയ്യുന്നത്? ഈ വാട്ടർ മോളിക്യൂൾസ് മുകളിലോട്ട് പോകുന്നത്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു? മുകളിലോട്ട് പോയി ഈ കാണുന്നത് എന്താണെന്നറിയോ മക്കളെ? ഈ കാണുന്നത് നമ്മുടെ ലീഫാണ്. ഈ കാണുന്നത് എന്താണ് മക്കളെ? നമ്മുടെ ലീഫാണ്. ഇലയുടെ സ്ട്രക്ചർ, ഇലയുടെ സെല്ലുകളാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? വന്ന് നമ്മുടെ ലീഫിന്റെ ഭാഗത്തോട്ട് എത്തി.
അങ്ങനെ ലീഫിന്റെ ഭാഗത്തോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ നമുക്കറിയാം ലീഫിൽ വാട്ടർ എത്തിക്കഴിഞ്ഞാൽ ലീഫിന്റെ ഏതോ ഒരു ഭാഗത്തു കൂടി വെള്ളം മുഴുവൻ പുറത്തോട്ട് പോകൂലേ? ഏത് ഭാഗത്തു കൂടിയാ മക്കളെ ഈ ലീഫിൽ നിന്നും വെള്ളം പുറത്തോട്ട് പോവാ? നമുക്കറിയാം അല്ലെ. അതിനു വേണ്ടി നമ്മളെ സഹായിക്കുന്ന ആ പോഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സ്റ്റൊമാറ്റ. എന്താ പറയേണ്ടത് മക്കളെ? സ്റ്റൊമാറ്റ. ഓക്കെ. അങ്ങനെ എന്ത് ചെയ്തു? വാട്ടർ സൈലത്തിൽ കൂടെ പിടിച്ച് വലിച്ച് ലീഫിലോട്ട് എത്തി. ലീഫിന്റെ സ്റ്റൊമാറ്റ വഴി എന്ത് ചെയ്തണം മക്കളെ? നമ്മുടെ വാട്ടർ മോളിക്യൂൾസ് പുറത്തോട്ട് ചാടി. കണ്ടോ? പുറത്തോട്ട് ചാടുന്ന കണ്ടോ? വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്താ? പുറത്തോട്ട് ചാടി. അങ്ങനെ പുറത്തോട്ട് ചാടുന്ന ആ ഫോഴ്സിനെ നമ്മൾ പറയുന്ന വേറൊരു പേരുണ്ടടാ. എന്താ പറയാന്നറിയോ? ആ ഫോഴ്സിന് നമ്മൾ പറഞ്ഞ പേരാണ് ട്രാൻസ്പിറേഷൻ. എന്താ പറയേണ്ടത് മക്കളെ? ട്രാൻസ്പിറേഷൻ എന്ന് പറയും. മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ടീച്ചർ എന്ത് ചെയ്തു? ഫസ്റ്റ് തന്നെ ഒരു വാട്ടർ മോളിക്യൂൾ കുറച്ച് വെള്ളം എന്ത് ചെയ്തു? മണ്ണിലോട്ട് ഒഴിച്ചു കൊടുത്തു. ആ മണ്ണിൽ നിന്ന് വാട്ടറും മിനറൽസിനെ ആരാ വലിച്ചെടുത്തത്? റൂട്ട് വലിച്ചെടുത്ത് അല്ലെ? റൂട്ട് സെൽസ് വലിച്ചെടുത്ത്. ഏത് പ്രോസസ്സ് വഴിയാണ്? ഓസ്മോസിസ്. ഇനിയിപ്പോ ഓസ്മോസിസ് നടന്നില്ലെങ്കിൽ അവിടെ എന്താ നടക്കുക? റൂട്ട് പ്രഷർ നടക്കും. അങ്ങനെ വെള്ളത്തിന് മുഴുവൻ വലിച്ചെടുത്ത് നേരെ ആർക്ക് കൊടുത്തടാ? സൈലത്തിലോട്ട് കൊടുത്തു. സൈലം എന്ത് ചെയ്തു? ഈ വാട്ടർ മോളിക്യൂൾസിനെ മുകളിലോട്ട് കൊണ്ടുപോയപ്പോൾ അവിടെ സഹായിച്ച രണ്ട് ഫോഴ്സ് ആണ്. എന്തൊന്ന്? കൊഹിഷനും രണ്ട് അഡിഷനും. അങ്ങനെ കൊഹിഷനും അഡിഷനും വഴി സൈലത്തിലൂടെ വെള്ളം മുഴുവൻ മുകളിലോട്ട് എത്തി, ലീഫിലോട്ട് എത്തി. ലീഫിൽ നിന്നും സ്റ്റൊമാറ്റ വഴി, ഏത് വഴിയാണ് മക്കളെ? സ്റ്റൊമാറ്റ വഴി എന്ത് ചെയ്തു? ഈ വെള്ളം പുറത്തോട്ട് പോയി. ആ പുറത്തോട്ട് പോകുന്ന പ്രോസസ്സ് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ട്രാൻസ്പിറേഷൻ എന്ന് പറയും. പറഞ്ഞ മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഇനി നോക്കിയ മക്കളെ, ഇവിടെയും അതെ. ഈ സൈലത്തിൽ നിന്ന് ലീഫിന്റെ സെല്ലിലോട്ട് കയറണമെങ്കിൽ അവിടെയും എന്ത് വേണം? ഒരു പ്രോസസ് നടക്കണം. അവിടെ നടക്കുന്ന പ്രോസസ് സൈലത്തിൽ നിന്നും, ശ്രദ്ധിച്ച് കേട്ടോട്ടാ, സൈലത്തിൽ നിന്നും വാട്ടർ മോളിക്യൂൾസിനെ ലീഫിന്റെ സെല്ലിലോട്ട് കടത്താൻ സഹായിക്കുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് തന്നെയാ പറയാ? ഓസ്മോസിസ് എന്നാട്ടാ പറയാ. എന്താ പറയുന്നത് മക്കളെ? ഓസ്മോസിസ്. ഓക്കെ ആണ് ഇത്രയും പറഞ്ഞത്. ഈ ബോക്സ് വായിച്ചു കഴിഞ്ഞാൽ പക്കാ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഈ ക്ലാസ്സും ഈ നോട്ടും കൂടി വായിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എൻ്റെ മക്കൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വാട്ടർ എന്തായാലും കിട്ടും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ്. മക്കളെ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. ഇതിനകത്ത് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് എന്ത്? ഓസ്മോസിസ് എന്താന്ന് പഠിക്കുക, കൊഹിഷൻ അഡിഷൻ ഫോഴ്സ് പഠിക്കുക. പിന്നെ ടീച്ചർ ഇവിടെ മാത്രം അടയാളപ്പെടുത്തി വെച്ചൊരു പേരില്ലേ? റൂട്ട് പ്രഷർ. എന്താ മക്കളെ പ്രഷറിന്റെ പേര്? റൂട്ട് പ്രഷർ എന്താന്ന് പഠിക്കുക. അതേപോലെ തന്നെ എന്താണ് ട്രാൻസ്പിറേഷൻ എന്നും പഠിക്കാം. എന്താണ് ട്രാൻസ്പിറേഷൻ എന്നും പഠിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? എന്താണ് ട്രാൻസ്പിറേഷൻ എന്നും കൂടി പഠിക്കാം. ഈ ഇത്രയും ഫോഴ്സുകളുടെ പേരും ഈ പ്രക്രിയയും പഠിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും, ഫുൾ മാർക്ക് വാങ്ങാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അടുത്തതിലോട്ട് പോയാലോ? ശ്രദ്ധിക്കുക. അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ്. ഫുഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ നമ്മൾ സഹായിക്കുന്ന ആൾക്കാരാണ് ആരെന്ന് പറഞ്ഞത്? ഫ്ലോയം എന്ന് പറഞ്ഞത് അല്ലെ? ആരാ മക്കളെ അതിന് സഹായിക്കുന്നത്? ഫ്ലോയം. ഫ്ലോയം എങ്ങനെയാണ് ഫുഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ടോട്ടെ, എളുപ്പമായിട്ട് ടീച്ചർ പറഞ്ഞുതരാം. ശ്രദ്ധിച്ച മക്കളെ, നമുക്കറിയാം നമ്മുടെ ലീഫുകളിൽ, ശ്രദ്ധിച്ചോട്ടാ, നമ്മുടെ ലീഫുകളിൽ ഉണ്ടാകുന്ന ഫുഡാണ് ആരെന്ന് പറഞ്ഞത്? ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞത്. നമ്മുടെ ലീഫിൽ ഉണ്ടാകുന്ന മെയിൻ ആയിട്ടുള്ള ഫുഡ് ആരാണ് മക്കളെ? ഗ്ലൂക്കോസ്. പക്ഷേ ഈ ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് ആയിട്ട് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഗ്ലൂക്കോസ് പറഞ്ഞ സാധനം വാട്ടറിൽ പെട്ടെന്ന് സൊല്യൂബിൾ ആവും അല്ലെ? പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന സാധനമാണ് ഗ്ലൂക്കോസ്. അതുകൊണ്ട് ഗ്ലൂക്കോസിന് ഒരിക്കലും ഗ്ലൂക്കോസ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അപ്പോ നമ്മൾ ഇതിനെ എന്താക്കി മാറ്റുന്ന അറിയോടാ? അപ്പൊ നമ്മൾ ഇതിനെ സുക്രോസ് ആക്കി മാറ്റും. എന്താക്കി മാറ്റണം മക്കളെ? സുക്രോസ്. നോക്കിയാൽ ശ്രദ്ധിച്ചോട്ടാ, ഈ ഗ്ലൂക്കോസിനെ നമ്മൾ സുക്രോസ് ആക്കി മാറ്റി. ഇനി ഈ സുക്രോസ് ആണ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യിക്കാനായിട്ട് കൊണ്ടുപോകണം. ഓക്കെ, സുക്രോസിനെ ഞാൻ എന്ത് ചെയ്തു? നേരെ ഫ്ലോയത്തിലോട്ട് കൊടുത്തു. ഇങ്ങോട്ടാ കൊടുത്തത്? ഫ്ലോയത്തിലോട്ട് കൊടുത്തു. ഫ്ലോയം വഴി ഇങ്ങനെ സാധനം പോകുമ്പോൾ തൊട്ടപ്പുറത്ത് ആരുണ്ട മക്കളെ? നമ്മുടെ സൈലം ചേട്ടൻ ഉണ്ട്. ആരുണ്ടത്? സൈലം ചേട്ടൻ. ഇതാണ് ഫ്ലോയം. ഓക്കെ, ഫ്ലോയത്തിന്റെ തൊട്ടടുത്ത് തന്നെ സൈലവും ഉണ്ട്. ഫ്ലോയത്തിൽ കൂടെ ഫുഡ് ഇങ്ങനെ ഒഴുകി പോണ സമയത്ത് സൈലം എന്ത് ചെയ്തു? ഇതറിഞ്ഞു. സൈലം എന്താ ചെയ്തത്? സൈലത്തിലുള്ള വാട്ടർ മോളിക്യൂൾസിനെ നേരെ ഫ്ലോയത്തിലോട്ട് കടത്തി. കാരണം മനസ്സിലായോ? ഇത്രേ ഉള്ളൂ കേട്ടാ. ഫ്ലോയത്തിൽ കൂടെ ഫുഡ് പോകുന്ന സമയത്ത് ഇത് സൈലം എന്ന് പറയുന്ന ആളറിഞ്ഞു. അങ്ങനെ സൈലം എന്ത് ചെയ്തു? സൈലത്തിലുള്ള വാട്ടറിനെയും കൂടി എന്ത് ചെയ്തു? ഫ്ലോയത്തിലോട്ട് കൊടുത്തു വിട്ടു. അങ്ങനെ ഫുഡും വാട്ടറും കൂടി ഒരുമിച്ചായി. ഫുഡും വാട്ടറും കൂടി എന്ത് ചെയ്തു? ഒരുമിച്ച് വന്നു. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളോട് ഒരുമിച്ച് വന്നപ്പോൾ അവിടെ ഒരു പ്രഷർ ഉണ്ടാവാനായിട്ട് തുടങ്ങി.
ആ പ്രഷറിനെ നമ്മൾ പറഞ്ഞ പേരുണ്ട് ടർഗർ പ്രഷർ എന്ന് പറയും. എന്താ പറയേണ്ടത് മക്കളെ? ടർഗർ പ്രഷർ. ഇത് രണ്ടും കൂടി വന്നപ്പോൾ അവിടെ പറഞ്ഞ പ്രഷറിന്റെ പേര് മക്കളെ എന്ത്? ടർഗർ പ്രഷർ. ഈ പ്രഷറാണ് പിന്നീടുള്ള ഫുഡിന്റെ മൂവ്മെന്റിന് സഹായിക്കുക. ഈ പ്രഷറാണ് പിന്നീടുള്ള നമ്മുടെ ഫുഡിന്റെ മൂവ്മെന്റിന് സഹായിക്കുക. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു? ഫ്ലോയത്തിൽ കൂടെ നല്ല സ്മൂത്ത് ആയിട്ട് ഫുഡ് ഒഴുകിപ്പോയി. അങ്ങനെ എന്ത് ചെയ്തു? സെല്ലെത്തി കഴിഞ്ഞപ്പോൾ അത് അങ്ങോട്ട് പോയി. പറഞ്ഞ മനസ്സിലായില്ലേ? ഇത്രയുമാണ് ഫുഡിന്റെ ട്രാൻസ്പോർട്ടേഷൻ വരുന്നത്. സിമ്പിൾ ആണല്ലേ? സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ട്രാൻസ്പോർട്ടേഷൻ വളരെ എളുപ്പമായിട്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ചാപ്റ്ററിൽ വരുന്നത്. ഇതിന് ചോദിക്കാനായിട്ട് സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആ പ്രഷറുകളുടെയും അതേപോലെ തന്നെ ആ പ്രോസസ്സുകളുടെ പേരും അതെന്താണെന്നും പഠിച്ചു വെക്കാം. ഓക്കെ, അതേപോലെ തന്നെ എങ്ങനെയാണ് ഫുഡും വാട്ടറും മൂവ് ചെയ്യുന്നുള്ളതിന്റെ ഫ്ലോ ചാർട്ടും കൂടി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ മാർക്ക് വാങ്ങാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും എടുത്ത് നന്നായിട്ട് പഠിക്കുക, എക്സാമിന് റെഡി ആവാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.